വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം. മുദ്രകൾ. കുഞ്ഞാട് 7 മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കിയപ്പോൾ ഇതാ ഒരു വെള്ളക്കുതിര. കുതിരപ്പുറത്തിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ല്. അവനൊരു കിരീടം ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാൻ വേണ്ടിയും പുറപ്പെട്ടു. കുഞ്ഞാട് 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവപ്പ് നിറമുള്ള മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൽ ഇരിക്കുന്നവന് മനുഷ്യർ പരസ്പരം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അധികാരം ലഭിച്ചു. അവനൊരു വലിയ വാളും നൽകപ്പെട്ടു. കുഞ്ഞാട് 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മൂന്നാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസ് ഉണ്ടായിരുന്നു. 4 ജീവികളുടെ നടുവിൽ നിന്ന് 1 ദിനാറിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 ദിനാറിന് 3 ഇടങ്ങഴി ബാർലി, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. കുഞ്ഞാട് 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 4-ാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എന്റെ മുന്നിൽ ഇളം മഞ്ഞ നിറമുള്ള ഒരു കുതിര. അതിന്മേലിരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. വാൾ, ക്ഷാമം, പകർച്ചവ്യാധി, ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ എന്നിവയാൽ സംഹാരം നടത്തുവാൻ ഭൂമിയുടെ 1/4 അവർക്ക് അധികാരം ലഭിച്ചു. കുഞ്ഞാട് 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനവും തങ്ങളുടെ സാക്ഷ്യവും നിമിത്തം അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ പരമനാഥ, അവിടുന്ന് എത്രനാൾ ഭൂവാസികളെ വിധിക്കാതെയും ഞങ്ങളുടെ രക്തത്തിനു പകരം നടത്താതെയും ഇരിക്കും എന്നവർ ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തനും ഓരോ വെള്ള നീലയങ്കി നൽകപ്പെട്ടു. അവരെപ്പോലെ കൊല്ലപ്പെടുവാൻ പോകുന്ന സഹഭൃത്യന്മാരുടെയും സഹോദരരുടെയും സംഖ്യ തികയുന്നതുവരെ അല്പകാലം കൂടെ സ്വസ്ഥമായിരിക്കണമെന്ന് അവരോട് കൽപ്പിച്ചു. കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായത് ഞാൻ കണ്ടു. സൂര്യൻ കരിമ്പടം പോലെ ഇരുണ്ടു. ചന്ദ്രൻ മുഴുവനും രക്തവർണമായി. കൊടുങ്കാറ്റിൽ ഉലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്നും ഇളം കായ്കൾ ഉതിരും പോലെ ആകാശത്തു നിന്നും നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുണ്ടുപോകും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലകളും ദ്വീപുകളും സ്വസ്ഥാനത്തു നിന്ന് നീങ്ങിപ്പോയി. അപ്പോൾ ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സൈന്യാധിപന്മാരും ധനവാന്മാരും ശക്തന്മാരും അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും മലകളിലും പാറക്കെട്ടുകളിലും ഒളിച്ചു. അവർ മലകളോടും പാറകളോടും, ഞങ്ങളുടെ മേൽ വീണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവീൻ. അവരുടെ ക്രോധത്തിന്റെ മഹാദിവസം വന്നിരിക്കുന്നു. ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു.